മരണം 47 എന്നുള്ള വിവരം കൂടി വരുന്നു. 47 മരണം സ്ഥിരീകരിക്കപ്പെടുന്നു എന്നുള്ളതാണ്. മരണനിരക്ക് ഉയർന്നുകൊണ്ടേയിരിക്കുകയാണ്. അത് 47 മരണത്തിലേക്ക് എത്തിയിരിക്കുന്നു. മരണനിരക്ക് 47 ആയി എന്നുള്ള വളരെ പ്രധാനപ്പെട്ട ഇൻഫർമേഷൻ വരുന്നു. മരണനിരക്ക് ഇനിയും ഉയരും എന്നുള്ളത് നേരത്തെ തന്നെ നമ്മൾ പ്രതീക്ഷിച്ചതാണ്. പക്ഷേ അത് വ്യസന സമേതം ഇങ്ങനെ നമുക്ക് പങ്കുവെക്കേണ്ടി വരുന്നു. 47 പേരുടെ മരണം ഇന്നോളം കണ്ടിട്ടില്ലാത്ത ഒരു ദുരന്തമായി ഈ ഉരുൾപൊട്ടൽ മാറുന്നു എന്നുള്ള സൂചനയാണ് നമുക്ക് ലഭിക്കുന്നത്. വയനാട്ടിൽ നിന്ന് 47 പേരുടെ മരണം സ്ഥിരീകരിക്കുകയാണ്. വയനാട്ടിലെ ആ വലിയ ദുരന്തത്തിൽ വലിയ ഉരുൾപൊട്ടലാണ്, വലിയ ദുരന്തമാണ് നമ്മൾ നേരിടുന്നത്. ആ ദുരന്തത്തെ അതിജീവിച്ചേ മതിയാകും. അവിടെ ഇനി എല്ലാം പഴയപടി ആക്കുക എന്നുള്ള വലിയ ദൗത്യം നമുക്ക് പിന്നിലുണ്ട്. മാത്രമല്ല, ആദ്യം ഏറ്റവും പ്രധാനം ഇപ്പോൾ അവിടെ കുടുങ്ങിക്കിടക്കുന്നവർ ഉണ്ടെങ്കിൽ അവരെ രക്ഷിക്കുക, അപകടത്തിൽപ്പെട്ടവരുണ്ടെങ്കിൽ അവരെ രക്ഷിക്കുക എന്നുള്ളതാണ്. അതാണിപ്പോൾ NDRFിൻ്റെ സംഘം അത് ചെയ്യുന്നത്. നിരവധിയായിട്ടുള്ള NDRF സംഘം അവിടെ എത്തി രക്ഷാപ്രവർത്തനത്തിൽ പങ്കെടുക്കുന്നുണ്ട്. പക്ഷേ അതിനുമപ്പുറം സൈന്യം കൂടി എത്തുന്നതോടുകൂടി കൂടുതൽ രക്ഷാദൗത്യം അത് വേഗം കൈവരും എന്ന് പ്രതീക്ഷിക്കാം. നേവിയും ഈ ദൗത്യത്തിനായി പങ്കുചേരുന്നുണ്ട്. നിലവിൽ 47 പേരുടെ മരണം സ്ഥിരീകരിക്കപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും സങ്കടകരമായിട്ടുള്ള കാര്യം. രക്ഷാദൗത്യം അത് പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നു. പക്ഷേ അങ്ങോട്ടേക്ക് എത്തിച്ചേരുക പ്രയാസകരമാണ്. പലയിടങ്ങളിലും കൂറ്റൻ ഈ മരങ്ങൾ വന്ന് വീണ് കിടക്കുന്നുണ്ട്, കൂറ്റൻ പാറക്കഷ്ണങ്ങൾ വന്ന് കിടക്കുന്നുണ്ട്. വലിയ വലിയ പാറക്കല്ലുകളാണ് ഈ തടസ്സമായി നിൽക്കുന്നത്. വഴി എന്നൊരു കാര്യമില്ലല്ലോ അവിടെ. അപ്പോൾ വഴിവെട്ടി തന്നെ മുന്നോട്ട് പോകേണ്ടതുണ്ട്. അത്തരം മെഷീനറികൾ കൊണ്ടുപോകാനുള്ള സാഹചര്യമൊക്കെ ഒരുക്കേണ്ടതുണ്ട്. ഇതെല്ലാം വലിയ പ്രതിസന്ധിയാണ്. ഒരു ദുരന്ത ഭൂമിയാണ് വയനാട്. ഒരു ദുരന്ത ഭൂവായി മാറുന്നു ആ ചൂരൽമലയും മുണ്ടക്കൈ പ്രദേശവും. ഇന്നത്തെ എല്ലാ പൊതുപരിപാടികളും മാറ്റിവെച്ചു എന്നുള്ള വിവരം സംസ്ഥാന സർക്കാർ അറിയിച്ചിട്ടുണ്ട്. വയനാട് ദുരന്തത്തിൻ്റെ പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ സർക്കാരിൻ്റെ ഈ തീരുമാനം. മുഖ്യമന്ത്രി പിണറായി വിജയൻ അതിനുള്ള നിർദ്ദേശം നൽകി. രക്ഷാപ്രവർത്തനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഏകോപിപ്പിക്കാൻ ഡോക്ടർ എസ് കാർത്തികേയനെയാണ് ചുമതലപ്പെടുത്തിയിരിക്കുന്നത്. അത് മുഖ്യമന്ത്രിയുടെ ഓഫീസ് കേന്ദ്രീകരിച്ച് തന്നെയാണ് അതിൻ്റെ പ്രവർത്തനം നടക്കുക എന്നും വ്യക്തമാക്കുന്നു. സ്പെഷ്യൽ ഓഫീസറായി തദ്ദേശ വകുപ്പ് പ്രിൻസിപ്പൽ ഡയറക്ടർ വി സാംബശിവറാവുവിനെയും നിയോഗിച്ചിട്ടുണ്ട്. വയനാട്ടിൽ ക്യാമ്പ് ചെയ്ത് അദ്ദേഹം രക്ഷാപ്രവർത്തനം ഏകോപിപ്പിക്കുമെന്നുള്ളതാണ്. 26ഓളം പേരാണ് 47 പേരാണ് നിലവിൽ മരണം സ്ഥിരീകരിക്കപ്പെട്ടിട്ടുള്ളത്. ഏതാണ്ട് 26 മൃതദേഹങ്ങളാണ് മേപ്പാടിയിലെ ഹെൽത്ത് സെൻ്ററിൽ മാത്രമുള്ളത്. ഇനിയും ആ മൃതദേഹങ്ങളുടെ എണ്ണം, മരണനിരക്ക് ഉയരുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല എന്നാണ് അവിടെ രക്ഷാദൗത്യത്തിൽ പങ്കെടുക്കുന്നവരും അവിടെ നേരിട്ട് റിപ്പോർട്ട് ചെയ്യാനെത്തിയ മാധ്യമപ്രവർത്തനമൊക്കെ വെളിപ്പെടുത്തുന്നത്. അവിടെ നിന്നുള്ള വിവരങ്ങൾ നമുക്കിനിയും തേടേണ്ടതുണ്ടെന്നാലും ഊർജിതമായിട്ടുള്ള രക്ഷാദൗത്യം പുരോഗമിക്കുന്നുണ്ട് വയനാട്ടിലെ ചൂരൽമല, മുണ്ടക്കൈ ഭാഗങ്ങളിലാണ് അതിരൂക്ഷമായിട്ടുള്ള ഈ ഉരുൾപൊട്ടൽ അഭിമുഖീകരിക്കേണ്ടി വന്നത്. പുലർച്ചെ നടന്ന ഉരുൾപൊട്ടൽ പലരും കിടന്നുറങ്ങുകയായിരുന്നു. അതുകൊണ്ട് തന്നെ ആ കുത്തിയൊലിച്ചെത്തിയ ഭൂമിയിൽ അവരും പെട്ടുപോകുന്ന സാഹചര്യം. 47 മൃതദേഹങ്ങളാണ് കണ്ടെത്തിയത്. ഈ 47 മൃതദേഹങ്ങൾക്കും അപ്പുറം എത്രയോ പേർ ഒരു പക്ഷേ അവിടെ ദുരന്ത ഭൂമിയിൽ കുടുങ്ങിക്കിടക്കുന്നുണ്ടാവുന്നതാണ്. പകുതി പൊട്ടിയതായിട്ടാണ് ഇപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലാവുന്നത്. കൈവരിയോ ഞങ്ങളുടെ ഭാഗത്തുനിന്ന് സ്ലാബോ എന്നറിയില്ല. ഓക്കെ, ആ റിസോർട്ടിലെ ഗ്രീൻ ട്രീ റിസോർട്ട് എന്നാണ് തോന്നുന്നു. അവിടെ യൂനിസ് ഉണ്ട് നമ്മളപ്പം. യൂനിസ്, ആ റിസോർട്ടിൻ്റെ പേരൊന്നുകൂടി ഒന്ന് പറഞ്ഞേ. ഹലോ യൂനിസ്, കേൾക്കാമോ? യൂനിസ് കേൾക്കാമോ? യൂനിസ്, ഒരു കൈ സഹായം എന്നൊരു ഇന്റർനാഷണൽ ചാരിറ്റബിൾ ഫൗണ്ടേഷൻ ഉണ്ട്. അവരുടെ ഭാഗത്തു നിന്നുള്ള സഹായം ഉണ്ടാകും. സന്നദ്ധ പ്രവർത്തനത്തിൽ പങ്കെടുക്കുന്നവരാണ് അവർ. എന്തെങ്കിലും
സാഹചര്യം അത്തരത്തിൽ വേണ്ടവർക്ക് ഒരു കൈ സഹായം എന്ന് പറയുന്ന ഇൻ്റർനാഷണൽ ചാരിറ്റബിൾ ഫൗണ്ടേഷനുമായി ബന്ധപ്പെടാം. ഞാൻ അവരുടെ ഫോൺ നമ്പർ ഒന്ന് വായിക്കാം. 9544494120 95 44 49 41 20. അവരെ ബന്ധപ്പെട്ടാൽ ഒരു പക്ഷേ നമുക്ക് കൂടുതൽ സഹായം ആവശ്യമുള്ളവർക്ക് അവരെ സമീപിക്കാം. അവർ അതിന് തയ്യാറാണ് എന്നുള്ള വിവരം നമ്മെ അറിയിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് അവരുടെ വിവരങ്ങൾ പങ്കുവയ്ക്കുന്നത്. അറിയില്ല, പമ്പിച്ച വെള്ളമാണ്. നിരവധിയായിട്ടുള്ള ആളുകളാണ് അവിടെ കുടുങ്ങിയിരിക്കുന്നത്. ഒരുപാട് പ്രതികരണങ്ങൾ വരുന്നുമുണ്ട്. വീടിന് സമീപത്തോടു കൂടി വെള്ളം കുത്തിയൊലിക്കുന്ന ദൃശ്യം വയനാട് സ്വദേശി ഷമീർ കഴിഞ്ഞ ദിവസം ബന്ധുവിന് അയച്ചു കൊടുക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഷമീറിൻ്റെയും സഹോദരങ്ങളുടെയും ഉൾപ്പെടെ 3 വീടുകൾ പിന്നീട് വെള്ളപ്പാച്ചിലിൽ കാണാതെയുമായിട്ടുണ്ട്. ഷമീർ ഉൾപ്പെടെ ഉള്ളവരെക്കുറിച്ച് ഒരു വിവരവുമില്ല. ഷമീർ അയച്ച ദൃശ്യങ്ങളാണ് കാണുന്നത്. അതായത് വീടിനോട് ചേർന്ന് ഇങ്ങനെ വെള്ളം കുത്തി ഒലിച്ചു പോകുന്ന ദൃശ്യം പകർത്തി ഒരു ബന്ധുവിന് അയച്ചു കൊടുത്താണ് ഷമീർ. ഇപ്പോൾ ആ ഷമീറിനെ നമുക്ക് കാണാൻ പറ്റുന്നില്ല എന്നതാണ്. ഷമീന നമ്മോടൊപ്പം ഉണ്ട്. ഷമീറിൻ്റെ ബന്ധുവാണ്. ഷമീന, എന്തെങ്കിലും വിവരം ലഭിച്ചിട്ടുണ്ടോ? ഒരു വിവരം കിട്ടിയിട്ടില്ല. ഞങ്ങൾ ഉച്ച മുതൽ അവരൊരു വീഡിയോ അയച്ചു തന്നിട്ട് പിന്നെ അങ്ങനെ കിട്ടാതായതാണ്. അവരൊരു 10 മണിക്ക് ലാസ്റ്റ് ആയിട്ട് ഒരു കോണ്ടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. രാത്രി 10 മണിക്ക്? ആ. എത്ര പേരാണ് അവിടെ ഉണ്ടായിരുന്ന വീട്ടില്? ആ വീട്ടില് അഫ്സല്, വൈഫ് ജുവേരിയ, പ്രഗ്നന്റ് ആണ്, 3 കുട്ടികളുണ്ട്. ഓക്കെ. പിന്നെ ഷമീർ വേറെ വീട്ടിൽ, അത് അടുത്തുള്ള വീട്ടിലാണ് അവര്. ഈ 2 വീടും അടുത്തടുത്താണോ? കുറച്ച് മേലേക്കാണ്. ഈ 2 വീട്ടിലും വിളിക്കാൻ ശ്രമിച്ചിരുന്നു അല്ലേ? 2 പേരിനെ ഞങ്ങൾ കോണ്ടാക്ട് ചെയ്തിരുന്നു, കിട്ടിയിട്ടില്ല. രാവിലെ മുതൽ വിളിച്ചുകൊണ്ടിരിക്കുകയാണ്, കിട്ടിയിട്ടില്ല, സ്വിച്ച് ഓഫ് ആണ്. ഇത് ഏത് മേഖല? ചൂരൽമലയാണോ? ചൂരൽമല. ഓക്കെ. അവിടെ ബന്ധപ്പെടാൻ ശ്രമിച്ചോ ഷമീന? ആരെങ്കിലും? ഞങ്ങൾ ഒരുപാട് പേര് വിളിച്ചുകൊണ്ടിരിക്കണ, എല്ലാ ഫോണും സ്വിച്ച് ഓഫ് ആണ്. ഓക്കെ. 3 ഫാമിലിയാണ് കാണാതായിരിക്കുന്നത്. 3 വീടുകൾ ഭാഗികമായി തകർന്നു എന്നാ പറയുന്നത്. 2 വീട് തകർന്നു വന്നോ? 3 വീടും. 3 വീടും തകർന്നു വന്നോ? ഞങ്ങള് ടോൾ ഫ്രീ നമ്പറിൽ വിളിച്ചപ്പോ അവര് തന്നൊരു ഇൻഫർമേഷൻ ആണല്ലേ. ഈ ദൃശ്യം ഷമീർ അയച്ചു തരുമ്പോൾ അത് അവരുടെ വീടിനോട് ചേർന്ന് പുഴയാണോ? വീടിനടുത്തോട് ചേർന്ന് തന്നെയാണല്ലേ പുഴ? ഓക്കെ. ഷമീന, എന്താണെങ്കിലും നമുക്ക് അതിലേക്ക് എത്താൻ കഴിയും. ഇതില് അവരുടെ ഷമീറിന്റെ വാപ്പ, ഉമ്മ, ഏട്ടന്റെ ഭാര്യ, അവരുടെ മക്കള്, ഈ മൊത്തം ഫാമിലിനെ കാണാതായിട്ടുണ്ട്. പിന്നെ അഫ്സല്, 3 മക്കള്, ഭാര്യ ഇപ്പൊ 4ാമത് ഗർഭിണിയാണ്. അങ്ങനെ മൊത്തം ഫാമിലിയാണ് കാണാതായിരിക്കുന്നത്. ഇവിടെ ഷമീന, നമ്മളെന്തായാലും വിവരം ഒന്ന് നമ്മൾ അന്വേഷിക്കട്ടെ. നമ്മളൊന്ന് ദുരന്ത നിവാരണ അതോറിറ്റിയുമായി ബന്ധപ്പെടട്ടെ കേട്ടോ. അപ്പോ വിവരം ലഭിക്കും. ഞങ്ങളെ വിളിച്ചറിയിക്കണം. എല്ലാ ബന്ധുക്കളും ഇവിടെ ആ വിവരത്തിന് വേണ്ടി വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതെ, അതിന്റെ ഒരു ആശങ്ക നമുക്കറിയാം. നമ്മൾ ഉറപ്പായി ഇടപെടാം, മാക്സിമം ശ്രമിക്കാം കേട്ടോ. എന്തായാലും പ്രതീക്ഷ കൈവിടാതെ നമുക്ക് അന്വേഷിക്കാം അവർക്ക് വേണ്ടി. ഷമീൻ, എന്താണെങ്കിലും AK ശശീന്ദ്രൻ മന്ത്രി ഇപ്പോൾ ആ രക്ഷാദൗത്യം ഏകോപിപ്പിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് മന്ത്രിയോടും ഇക്കാര്യം ചോദിക്കാം കേട്ടോ. താങ്ക് യു. ഷമീനെയാണ് വിളിച്ചത്. ദേവി വിനോദ് കൂടെ നമ്മളൊപ്പം ചേരുന്നു. വിനോദ്, നമ്മൾ രാവിലെ മുതൽ ഒരുപാട് കോളുകളാണ് വരുന്നത്. ഈ ദുരന്ത നിവാരണ അതോറിറ്റിയുമായി ബന്ധപ്പെടുമ്പോൾ അവർ പറയുന്നത് എന്താണ്, എങ്ങനെയാണ് അത് ഈ കൈകാര്യം ചെയ്യുക, അത് എത്രത്തോളം ദുഷ്കരമാണ് എന്നുള്ളതാണ് അവർ പറയുന്നത്? എൽദോ, നമ്മളിപ്പോൾ ഈ വാർത്ത ഇപ്പോൾ നമ്മൾ ഈ ദൃശ്യങ്ങളിൽ കാണിക്കുന്ന ആ ഒരു സംഭവം കഴിഞ്ഞ ദിവസം മണിക്കൂറുകൾക്ക് മുൻപ്, അതായത് ഇന്ന് പുലർച്ചെ ഈ അപകടം, വലിയ ദുരന്തമുണ്ടാകുന്നതിന് മുൻപ് ഈ ചൂരൽമല സ്വദേശി ഷമീർ പകർത്തിയ ദൃശ്യങ്ങളാണ്. ആ ദൃശ്യങ്ങളിൽ കാണുന്നത് ഷമീറിനെയാണ്. ഷമീർ വീടിനടുത്തുകൂടി ഇങ്ങനെ വെള്ളം കുത്തിയൊലിക്കുമ്പോൾ ആ ദൃശ്യം പകർത്തി ബന്ധുക്കൾ. ഒരു നിമിഷം വിനോദ്, ഒരു നിമിഷം. 54 മരണം സ്ഥിരീകരിക്കപ്പെടുന്നു. മന്ത്രി AK ശശീന്ദ്രനാണ് ആ മരണനിരക്ക് ഉയർന്ന കാര്യം വ്യക്തമാക്കുന്നത്. 54 പേർക്ക്
ജീവൻ നഷ്ടമായി എന്ന് ഔദ്യോഗികമായി സ്ഥിരീകരിക്കുകയാണ്. ഔദ്യോഗിക സ്ഥിരീകരണം മാത്രമാണ്, അതിനുമപ്പുറമുള്ള ഒരു മരണനിരക്ക് സാധ്യതയാണ് അവിടെ നിന്നുള്ളവർ പറയുന്നത്. പക്ഷേ എന്നാലും മന്ത്രി പറയും തൽക്കാലം നമുക്ക് അത് കണക്കാക്കാം. 54 പേരുടെ മരണമാണ് ഇപ്പോൾ സ്ഥിരീകരിക്കപ്പെട്ടിട്ടുള്ളത്. 54 പേർ മരിച്ചു എന്നുള്ള ഞെട്ടിക്കുന്ന വിവരമാണ്. ഇത് വയനാട്ടിൽ തന്നെ തൊണ്ടനാടുള്ള ദൃശ്യങ്ങളാണ്. ഒരു വശത്ത് കാണുന്നത് അവിടെ ഒരു നേപ്പാളി ബാലികയാണ് മരിച്ചത്. അത് ഈ മേഖലയോട് ചേർന്നല്ല, പക്ഷേ എങ്കിൽ പോലും അവിടെയും ഒരു മണ്ണിടിച്ചിലുണ്ടായി. ആ മണ്ണിടിച്ചിലിൽ ഒരു മരണം സംഭവിച്ചു. ഇത് കാണുക, ആ ദൃശ്യങ്ങൾ എത്രമാത്രം ഭീകരമായിട്ടാണ് ആ ഭൂമിയെ തുടച്ചു നീക്കി ആ മണ്ണൊലിച്ചു പോയത് എന്നുള്ളത്. ഒരു പുഴ പോലെ തോന്നുന്നു അവിടുത്തെ ആ പ്ലാന്റേഷൻ ഭൂമിയെല്ലാം. വിനോദിലേക്ക് വീണ്ടും. വിനോദ്, ഇപ്പോൾ കണ്ട ഷമീറിൻ്റെ കാര്യം, നമുക്ക് ഷമീറിലേക്ക് എത്താൻ എന്താണ് മാർഗം? ഷമീറിനെ ഒന്ന് കണ്ടെത്താനും, ഷമീർ മാത്രമല്ല ആ കുടുംബത്തിൽ ഒരു ഗർഭിണിയായിട്ടുള്ള യുവതി ഉൾപ്പെടെ ഉണ്ട്, 3 കുട്ടികളുണ്ട്, അഫ്സൽ എന്ന് പറയുന്ന ഒരാളുണ്ട്, ഈ അഫ്സലിൻ്റെ വാപ്പയുണ്ട് എന്നൊക്കെയാണ് ഷമീന പറഞ്ഞത്. അപ്പോൾ 3 കുടുംബങ്ങൾ അവിടെ ഉണ്ട്. എന്താണ് മാർഗം അവരെ പറ്റി അറിയാൻ, ഒരു വ്യക്തത കൈവരാൻ? എന്തോ കഴിഞ്ഞ ദിവസം ഉച്ചയോടുകൂടിയാണ് ഇങ്ങനെ പുഴയിൽ ജലനിരപ്പ് ഉയരുന്നത് ദൃശ്യങ്ങളായി പകർത്തി ഷമീർ ബന്ധുവിന് അയച്ചു കൊടുത്തത്. നമുക്ക് ആ ദൃശ്യങ്ങളിൽ വ്യക്തമാണ്. ഷമീർ പുഴചൂടി നിൽക്കുകയും അദ്ദേഹം വീടിനടുത്തുള്ള ഈ പുഴയിൽ വെള്ളം ഉയരുന്നത്, ജലനിരപ്പ് കുത്തിയൊലിച്ച് ജലം വരുന്നത് അത് പകർത്തുകയും ബന്ധുവിന് അയച്ചു കൊടുക്കുകയും ചെയ്തു. ആ 3 കുടുംബങ്ങളാണ് അവിടെ താമസിച്ചിരുന്നത്. മുനീർ, ഷമീർ, അഫ്സലും 3 പേരും സഹോദരങ്ങളാണ്. ഇവരുടെ വീടുകളെല്ലാം തന്നെ അപ്രത്യക്ഷമാകുന്ന ഒരു നിലയിൽ പുലർച്ചെ വെള്ളം കുത്തി ഒലിച്ചെത്തുകയും ഈ വീടുകൾ 3 വീടുകളും ആ വെള്ളപ്പാച്ചിലിൽ തകർന്നു പോവുകയും ചെയ്യുന്ന സാഹചര്യം. ആ വീടുകളിൽ ഉണ്ടായിരുന്നവരെ കുറിച്ച് ഒരു വിവരവുമില്ല. കുട്ടികൾ ഉൾപ്പെടെയുള്ളവർ, ആ വീട്ടിലുണ്ടായിരുന്ന ഈ 3 സഹോദരന്മാർ, ഇവരുടെ ഭാര്യമാർ, അവരുടെ വീട്ടിലുണ്ടായിരുന്ന കുഞ്ഞുങ്ങൾ, ഗർഭിണി ഉൾപ്പെടെ കാണാതായിരിക്കുന്നു. വലിയ ആശങ്കയിലാണ് ബന്ധുക്കളുള്ളത്. കാരണം അത്രമാത്രം വലിയ ദുരന്തം. ഇപ്പോൾ ഈ 54 മരണം സ്ഥിരീകരിക്കപ്പെടുമ്പോൾ വലിയ ആശങ്കയാണ് ഉയരുന്നത്. കാണാതായ ആളുകളെ കുറിച്ചുള്ള വലിയ ആശങ്ക. നമ്മുടെ PCR-ലേക്ക് തന്നെ, നമ്മുടെ ഓഫീസിലേക്ക് തന്നെ അന്വേഷണം നടത്തി വിളിക്കുന്ന ബന്ധുക്കൾ വിളിക്കുന്ന നിരവധി കോളുകൾ നമ്മളത് കോർഡിനേറ്റ് ചെയ്യുന്നുണ്ട്. അവരുമായി ബന്ധപ്പെട്ട ആളുകളുടെ വിവരങ്ങൾ കൃത്യമായി ഉദ്യോഗസ്ഥരുമായി പങ്കുവെക്കുന്നുണ്ട്. ചൂരൽമലയിലും